നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കേക്കാണ്. ദുൾസെ ദ ലെച്ചെ കേക്കാണ് കേട്ടോ. പേര് കേട്ടിട്ട് പേടിക്കണ്ട, ഇതിപ്പോൾ ഒരു പുതിയ ഐറ്റം ഒന്നല്ല. അത് 19th സെഞ്ച്വറിയിലെ ഉള്ള ഒരു ഐറ്റമാണ് ദുൾസെ ദ ലെച്ചെ എന്ന് പറയുന്നത്. അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ദുൾസെ ദ ലെച്ചെ എന്ന് പറയുന്നത്. ഇത് ലാറ്റിൻ അമേരിക്കൻ ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് 19th സെഞ്ച്വറിയിലൊക്കെ ഉള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ കുക്ക് ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അവർ ഷുഗറും മിൽക്കൊക്കെ കൂടെ കാരമലൈസ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അപ്പോൾ അവർ ആരും വിളിച്ചു. എന്നിട്ട് പോയിട്ട് മറന്നുപോയി ഇവർ ഈ പാത്രം അവിടെ വെച്ചതിനെ കുറിച്ച്. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫുള്ള് നന്നായിട്ട് വറ്റി നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷായിട്ട് മാറി. അങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. എന്തുതന്നെയായാലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൂടെയാണല്ലോ ഓരോരോ നല്ല നല്ല ഡിഷുകളൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ആ ഒരു ദുൾസെ ദ ലെച്ചെ കൊണ്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ എല്ലാ കേക്കുകളും പോലെ തന്നെ ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ മിക്സിയിൽ ചെയ്യുന്നത്. ബീറ്ററുള്ളവർ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. കുറച്ചുകൂടെ നല്ലതായിരിക്കും ബീറ്റർ കൊണ്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ ഈ ഒരു കേക്കിന് പറയുന്നത് വെച്ചാൽ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെയും കാരമൽ കേക്കിൻ്റെയും ഒക്കെ വലിയേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ദുൾസെ ദ ലെച്ചെ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെക്കാം. അതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ബാക്കിയും കൂടി അങ്ങ് കാരമലൈസ് ചെയ്ത് വന്നോളും. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കണേ. അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. തീ കുറച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ആ കണ്ടൻസ്ഡ് മിൽക്ക് പെട്ടെന്ന് കാരമലൈസ് ആവും കേട്ടോ. കാരണം വെച്ചാൽ അത്രയും ചൂടായിട്ട് ഇരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാരമലൈസ് ചെയ്യാനാണ് ഇതിൻ്റെ കൂടെ ഒഴിച്ചത്. നമുക്ക് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കുറച്ച് തിക്കാണ് കേട്ടോ. ഇതിൽ നമ്മൾ പാലും കൂടെ ആഡ് ചെയ്യണം. ഞാൻ വിട്ടുപോയതാണ്. നമുക്കിനിയും ആഡ് ചെയ്താലും മതി. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തിളച്ച പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. തണുത്ത പാൽ ഒഴിക്കരുത്, നല്ല തിളച്ച പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൺസിസ്റ്റൻസി ഒന്ന് ലൂസായിട്ട് വരും. ഇപ്പം കൂടുതൽ ടൈറ്റായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ തിളച്ച പാൽ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് ഇരുന്ന് തിക്കായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തിളച്ച പാൽ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മതിയേ. ഇനി അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇതിപ്പോൾ സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 5.5 ഇഞ്ചൊക്കെ വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ. 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പലരും പറയുന്നുണ്ട് ചേച്ചി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടല്ലോ മുട്ടയൊക്കെ, ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശരിയാവുന്നില്ല. എന്നിപ്പോൾ മുട്ട നന്നായിട്ട് ഫ്ലഫിയായി വരണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇപ്പോൾ ബീറ്റർ കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനെ കഴിഞ്ഞും നല്ല അസലായിട്ട് കിട്ടും കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, സാധാരണ നോർമൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സോസ് ഉണ്ടല്ലോ, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും റൂം ടെമ്പറേച്ചറിലായതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തൈരിൻ്റെ കുറച്ച് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ഒരു കാരമൽ സോസ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോയിലിട്ട് അങ്ങ് ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചാൽ മതിയാകും. മുട്ട ബീറ്റ് ചെയ്യുമ്പം ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ചെറിയ കേക്ക് ആയതുകൊണ്ട് മൈദയുടെ മിക്സും കൂടെ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 കിലോ കേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഈ ഒരു കൂട്ട് വേറെ ബൗളിലേക്ക് മാറ്റി മൈദ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ ചെയ്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പതഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവനും 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം വെച്ചിരുന്നാൽ മതി. അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബേക്കിംഗ് ട്രേ ചെറുതല്ലേ, അപ്പം എൻ്റെ നടുവിൽ കൂടെ ചിലപ്പോൾ പോകും. നമുക്ക് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്ത് തുറന്ന് നോക്കാം കേട്ടോ. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിരുന്നാൽ മതിയാകും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സിമ്മിലേക്ക് വെച്ചു. ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിരുന്നു. അതിപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ദുൽസെ ദെ ലെche സോസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തിളച്ച പാലാണ് കേട്ടോ, നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഒരുമിച്ച് ഒഴിക്കരുതെന്ന് പറഞ്ഞത്. വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഇളക്കുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒരു റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ടാവും. അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10-15 ബദാമൊക്കെ എടുത്തിരുന്നാൽ മതിയാകും. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരും. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടില്ല, ചളങ്ങി കിടക്കും ബദാം. അപ്പോൾ ഇതിന് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത ബദാം ഇട്ട ഉടനെ നമുക്ക് തീ അങ്ങ് ഓഫായി കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. ഇനി നമുക്കത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. അതവിടെ ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. നമുക്ക് കത്തി വെച്ച് ചെറുതായിട്ട് തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇറങ്ങിപ്പോകും. നമുക്കിതങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ എടുത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ച് വലിയ പീസസ് ആയിരുന്നു. ഇത് അങ്ങനെയല്ല. ഇത് കുറേ കൂടി നല്ല ഫൈനായിട്ടുള്ള പീസസ് ആണ്. ഇത് നമ്മൾ കേക്കിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനേ പറ്റില്ല എന്താണ് ഇതിനകത്തുള്ളതെന്ന്. നമ്മൾ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ ചെറിയൊരു തരിതരാന്നുണ്ടാവുകയും ചെയ്യും. ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വലിയ പീസല്ല, ചെറിയ പീസ് ആയതുകൊണ്ട് മനസ്സിലാവുകയില്ല. ഇപ്പോൾ ഇത് ഏത് കേക്കിലും ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ടും വിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ചിക്കൂസ് ഡൈൻ നോക്കിയിട്ട്. അതിൽ ബീറ്ററുള്ളവർക്ക് ബീറ്റർ കൊണ്ട് ചെയ്യാം. വിസ്ക് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പറയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കാരമൽ സോസ് ഒഴിച്ച ക്രീം കഴിക്കാനായിട്ട്. ക്രീമിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് പ്രത്യേക സാധാരണ കാരമൽ സോസ് അല്ലല്ലോ, കണ്ടൻസ്ഡ് മിൽക്ക് കാരമലൈസ് ചെയ്ത സോസ് അല്ലേ, അതിന് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് ഡിമോൾഡ് ചെയ്തെടുത്തത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിപ്പം മിക്സിയിൽ അടിച്ചിട്ട് ഇങ്ങനെ ബീറ്റർ കൊണ്ടാണെങ്കിൽ ഇതിലും സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ബീറ്ററുള്ളവർ മസ്റ്റായിട്ട് ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മിക്സിയിൽ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുക. അത് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് വൈസ് പെർഫെക്റ്റ് ആയിരിക്കും. നമുക്കതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഒരു 3 ലെയറായിട്ട് ലെയർ ചെയ്യുന്നുണ്ട്. നല്ല മണമാട്ടോ, ഒരു പ്രത്യേക സ്മെല്ലാണ് ഈ ഒരു കേക്കിന്. ഈ ഒരു കേക്ക് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഈ കേക്ക് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാം വേറെ വേറെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെഷ്യൽ സിറപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അത് കുറച്ചും കൂടെ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ക്രീം അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് പാലറ്റ് നൈഫ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നട്ട്സ് അല്ല, നമ്മുടെ പ്രളൈൻ, നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ച സോസ് കുറച്ചെടുത്തിട്ട് കുറച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. സിറപ്പ് ഒഴിക്കുകയാണ്. ക്രീം ആക്കി കൊടുക്കാം. ക്രഷ് ചെയ്ത പ്രളൈൻ ഇട്ട് കൊടുക്കാം. പ്രിപ്പയർ ചെയ്ത സോസ് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലെയർ ടോപ്പിൽ വെച്ച് കൊടുക്കുകയാണ്.
ക്രീം അങ്ങ് മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പാലറ്റ് നൈഫ് വെച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സൈഡിലും അതേപോലെ തന്നെ ആക്കി കൊടുത്ത് സൈഡിലും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് വെച്ച് തന്നെ അങ്ങ് ഷേപ്പ് ചെയ്ത് അങ്ങ് എടുക്കാം. ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് അങ്ങ് ഷേപ്പാക്കാം. അപ്പോൾ നമ്മുടെ സോസ് നല്ല തിക്കാവും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിക്കാവും. അപ്പോൾ ഇത് ഞാനത് ഒരു 15 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതാണ്. 15 സെക്കൻഡ് മാത്രമേ വെക്കാവുള്ളൂ, കരിഞ്ഞു പോകും. ഇനി മൈക്രോവേവ് ഓവൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു ബൗൾ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴും നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. ഈ സമയത്ത് ഇത് ലൂസാക്കാനായിട്ട് കൂടുതൽ പാല് ചേർക്കരുത്. ഇതിപ്പം ഡ്രിപ്പ് ചെയ്യാൻ ഉള്ളതാണ്. നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് സൈഡിലങ്ങ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചില്ല കേട്ടോ, അപ്പോൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ കുറച്ച് ഒലിച്ചു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സെയിലൊന്നും ചെയ്യാനുള്ളതൊന്നും അല്ലല്ലോ. അപ്പോൾ സൈഡിലേക്ക് ക്രീം പൈപ്പിംഗ് ബാഗിൽ 100 N1 നോസിലെടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള പ്രലൈൻ ക്രഷ് ചെയ്തത് അതങ്ങ് നടുക്കായിട്ടങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കാരമൽ സോസ് നേരത്തെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നമ്മളത് എടുത്തിട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ചൂടാക്കി മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ആ പാത്രം ഇറക്കി വെച്ചൊന്ന് ചൂടാക്കിയിട്ടും ഉപയോഗിക്കാം. അത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. സൈഡിലേക്ക് കുറച്ച് ഗോൾഡൻ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്, ആർക്കും ചെയ്യാൻ പറ്റും. ഒരു 3 ചോക്ലേറ്റും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 കണ്ണും ഒരു മൂക്കും ഇരിക്കുന്ന പോലെ ഉണ്ടോ? അങ്ങനെ നമ്മുടെ ദുൽസെ ദെ ലെച്ചെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി പേരാണല്ലേ. എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. അപ്പം അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണല്ലോ. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിൽ കിടക്കുന്ന ആ ഒരു പ്രളയനും ഒക്കെ കൂടെ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. ഒന്നും പറയാനില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നല്ല കേട്ടോ കഴിക്കേണ്ടത്, നാളെയാണ് കഴിക്കേണ്ടത്. ഇത് അത് വലിയ തണുപ്പൊന്നുമില്ല, എന്നിട്ട് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല പ്രളയം ഇങ്ങനെ ചെറുതായിട്ട് തരിതരിയായിട്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇന്ന് കഴിച്ചിട്ടും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നാളെ തണുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും ടേസ്റ്റ്. അടിപൊളിയായിട്ട് ആ സോസും ആ ഒരു സിറപ്പും എല്ലാം കൂടെ ഒരു രക്ഷയില്ല. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. ഈ ബട്ടർ സ്കോച്ച് കേക്കും കാരമൽ കേക്കും ഒക്കെ പുറകിലേ നിൽക്കുള്ളൂ ഈ ഒരു കേക്കിന് മുന്നിൽ. ഉണ്ടാക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് പ്രൊസീജിയർ ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഈ സോസൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെക്കാം. പ്രളയനാണേലും തലേദിവസം ഉണ്ടാക്കി വെക്കാം. കേക്കും നമുക്ക് തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. 2 ദിവസമായിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു എഫേർട്ട് ഉള്ളതായിട്ട് തോന്നൂല. അപ്പോൾ ഈ ഒരു കേക്ക് ഒരുപാട് പേര് മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാണ്. ഇപ്പം പിന്നെയും ആവശ്യപ്പെട്ടപ്പോഴാണ് ഓർത്തത് ഇത് ഉണ്ടാക്കിയില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഈ ഒരു കേക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/2 കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ഈ ഒരു കേക്കിന്റെ റേറ്റ് വരുന്നത് 600 to 650 rupees ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.